ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ രേണു സുധിയെപ്പോലെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു മത്സരാർത്ഥി ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. തൻ്റെ ഭർത്താവിൻ്റെ അപ്രതീക്ഷിതമായ മരണശേഷം ഒട്ടും കരഞ്ഞിരിക്കാൻ സമയം കിട്ടാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിലാണ് മലയാളികളിൽ ആദ്യം ഈ പേര് പതിയുന്നത്. പിന്നീട് പല വിവാദങ്ങളിലൂടെയും രേണു സുധി വാർത്തകളിൽ പതിയെ നിറയുകയായിരുന്നു. ഈ വിവാദങ്ങളും ജനശ്രദ്ധയുമൊക്കെ തന്നെയാണ് രേണു സുധി എന്ന വ്യക്തിയെ ബിഗ് ബോസ് മലയാളം സീസണിൻ്റെ വേദിയിലേക്ക് എത്തിച്ചത്. ഈ സീസൺ ആരംഭിച്ച് ആഴ്ച 1 കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ 2-3 ദിവസമായിട്ട് തന്നെ രേണു സുധി വീട്ടിൽ പോകണം എന്നുള്ള ഒരു സംസാരത്തിലാണ്. അതിന് കാരണമായി പറയുന്നത് തൻ്റെ മോശമായിട്ടുള്ള ആരോഗ്യസ്ഥിതിയാണെങ്കിലും അത് പറഞ്ഞ് വല്ലാതെ വിഷമിക്കുകയും മാറിയിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടാവണം മറ്റൊരു മത്സരാർത്ഥിയായ ശാരിക അടുത്തു ചെന്ന് രേണു സുധിയെ സമാധാനിപ്പിക്കുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ഒക്കെയാണ്. രേണു, ഈ സമൂഹത്തിലെ മൊത്തമുള്ള വിധവകൾക്ക് നീ ഒരു മോട്ടിവേഷനാണ്. നീ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറയുന്നെങ്കിലും ജനങ്ങളിൽ ഒരു 60% അല്ലെങ്കിൽ 70% നിന്നെ സ്നേഹിക്കുന്നവരാണ്. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. രേണു പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് തളരാതെ മുന്നോട്ട് പോകുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. രേണുവിനെ ഒരു മാതൃകയായി കണ്ട് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിധവകളും ഒരുപാട് പെൺകുട്ടികളും ഉണ്ട്. ഇതിൽ സിംഗിൾ മദേഴ്സ് ആവാം, അല്ലെങ്കിൽ നോർമലായിട്ടുള്ളവരാവാം, എന്തായാലും ഒരുപാട് പേര് രേണുവിനെ സ്നേഹിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ജനങ്ങൾക്കും രേണുവിനോട് പറയാനുള്ളത്. കാരണം ബിഗ് ബോസ് പോലൊരു വലിയ പ്ലാറ്റ്ഫോമിൽ രേണുവിന് എത്താൻ പറ്റിയത് ജനങ്ങളുടെ പിന്തുണയും ഒപ്പം ഭാഗ്യവും കൊണ്ടാണ്. അപ്പോൾ ജനങ്ങളെ തൃപ്തിപ്പെടുത്താനും തൻ്റേതായുള്ള രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ മികച്ച ഒരു മത്സരാർത്ഥിയായി മാറാനുമുള്ള ശ്രമം രേണുവിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. ബിഗ് ബോസ് ഹൗസിനുള്ളിലെ രേണുവിൻ്റെ ഇടപെടലുകൾ വളരെ കുറവാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ പോലും വലിയ താല്പര്യമില്ലാത്തതുപോലുള്ളൊരു ഭാവമായിരുന്നു രേണുവിന് എന്നുള്ള സംശയം പ്രേക്ഷകർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പോവാൻ വേണ്ടി രേണു പറയുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അത് ജെനുവിനാണോ, അതല്ല ആ പ്രഷർ കുക്കർ പോലുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രേണു പറയുന്ന ഗിമ്മിക്കുകളാണോ എന്ന് പ്രേക്ഷകർ സംശയിക്കുന്നു. മത്സരത്തെ നല്ല രീതിയിൽ സമീപിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.